ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു കഥ പറഞ്ഞുതരാം. പറയട്ടെ. ഒരു മെഴുകുതിരിയും ഒരു തീപ്പെട്ടിക്കോലും നല്ല കൂട്ടുകാരായിരുന്നു. അവർ ഭയങ്കര സൗഹൃദത്തോടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ഒരു പൂമ്പാറ്റ പറന്നു വരും. ആ പൂമ്പാറ്റ മെഴുകുതിരിയോട് പറയും, നീ ഇങ്ങനെ ഇരിക്കുന്നതല്ല ഭംഗി, നീ കത്തി നിൽക്കുമ്പോഴാണ് നിനക്ക് ഭംഗി. അത് കേട്ട ഉടനെ അഹങ്കാരം കുറച്ച് പൊങ്ങി വന്ന മെഴുകുതിരി തീപ്പെട്ടിക്കോലിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് കത്തിച്ചേ, എന്നെ കാണാൻ അപ്പോഴാണ് ഭംഗി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പാവം ഈ തീപ്പെട്ടിക്കോല് പെട്ടെന്ന് അവളെ കത്തിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ മെഴുകുതിരിക്ക് മനസ്സിലായത് ഞാൻ ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ആ സങ്കടത്തോടുകൂടി പെട്ടെന്ന് തൻ്റെ കൂട്ടുകാരനായ തീപ്പെട്ടിക്കോലിനെ നോക്കിയപ്പോൾ ഏകദേശം കത്തി അമർന്ന അവസ്ഥയിലും ആയിരിക്കും. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് പല അഭിപ്രായങ്ങളും പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മൾ എന്ന വ്യക്തിക്ക് നമ്മളിൽ തന്നെ എന്തുണ്ടാകണം? ഒരു തീരുമാനമുണ്ടാകണം. നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കണം. ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൂടുതൽ വില നൽകി അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ മെഴുകുതിരിയുടെ അവസ്ഥയായിരിക്കും. ഉരുകി ഇല്ലാതെയായി പോകും. എല്ലാവർക്കും തൻ്റേതായ ഡിസിഷൻസ് എടുക്കാനും അവരവരിൽ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാനും സെൽഫ് ലവ് കൊടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുന്ദരമായി മാറും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ബൈ.